എന്ത് വന്നാലും ഞാൻ അതിനപ്പുറം മറികടക്കും എന്നുള്ളൊരു തീരുമാനം എനിക്ക് എപ്പോഴും എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ അതെല്ലാം മറികടക്കും എന്നുള്ള തീരുമാനം എനിക്കുണ്ട്. അപ്പൊ ഇനി ശ്രീ എന്ത് കാണിച്ചാലും അത് ശരിയാക്കാനായിട്ട് എനിക്ക് പറ്റും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോണത്. അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ സീരിയൽ നടന്മാരായിട്ടുള്ള ബിജു സോപാനത്തിനെതിരെയും SP ശ്രീകുമാറിനെതിരെയുമുള്ള ലൈംഗിക അതിക്രമണ കേസ് 2 ആഴ്ച മുന്നെയാണ് ഒരു സീരിയൽ നടി ഇവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത് അല്ലെ? അതെല്ലാവർക്കും അറിയുമായിരിക്കും. സീരിയൽ ഷൂട്ടിങ്ങിനിടെ ഒരാൾ തന്നെ കയറി പിടിച്ചുവെന്നും മറ്റയാൾ തന്നെ ഭീഷണിപ്പെടുത്തിയുമെന്നൊക്കെയാണ് ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതി ഉടനെ തന്നെ സ്വീകരിക്കുകയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറിയാലോ, നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ രൂപീകരിച്ച് പുതിയൊരു കമ്മിറ്റിയാണിത്. പോലീസിന് കീഴിൽ വരുന്നതാണ്. ഇവരായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വന്ന പരാതികളൊക്കെ അന്വേഷിച്ചിരുന്നത്. അതേ ടീം തന്നെയാണ് ഈ കേസ് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ 2 ആഴ്ച മുന്നേ വൻ രീതിയിൽ ഇത് മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഈ വാർത്ത. പക്ഷെ തുടക്കത്തിൽ വൻ രീതിയിൽ ആഘോഷിച്ചെങ്കിൽ കൂടിയും ആ ആഘോഷം ഒരു 2 ദിവസം മാത്രമേ നീണ്ടു നിന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും വന്നിട്ടില്ലായിരുന്നു. പരാതിക്ക് എന്ത് സംഭവിച്ചു, കൊടുത്ത പരാതി സത്യമാണോ അതോ വ്യാജമാണോ എന്നതിനെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ബിജു സോപാനമോ SP ശ്രീകുമാറോ ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല, ഒരു പോസ്റ്റ് പോലും എവിടെ ഇട്ടിട്ടില്ലായിരുന്നു. അവർ പൂർണ്ണമായും മൗനം പാലിക്കുകയായിരുന്നു. അതിൽ തന്നെ എന്തൊക്കെയോ പന്തികേട് മണക്കുന്നുണ്ട് അല്ലേ? എന്തായാലും മൊത്തത്തിൽ എങ്ങനെ തലക്കും വാലിനും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ SP ശ്രീകുമാറിന്റെ ഭാര്യയായിട്ടുള്ള സ്നേഹ ശ്രീകുമാർ, പുള്ളിക്കാരി അറിയാത്തവരായി ആരും ഉണ്ടാകില്ല. ഈ മറുമായ സിറ്റ്കോമിൽ മണ്ടോതിരി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ആളാണ് പുള്ളിക്കാരിയും ഒരു അഭിനേത്രിയാണ്. പിന്നെ SP ശ്രീകുമാറും സ്നേഹ ശ്രീകുമാറും തമ്മിലുള്ള വിവാഹബന്ധം അറിയാലോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. സ്നേഹയെ സംബന്ധിച്ചിടത്തോളം സ്നേഹയുടെ 2ാം വിവാഹമാണ്. ആദ്യത്തെ ആളെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷമാണ് രണ്ടാമത് SP ശ്രീകുമാറിനെ വിവാഹം കഴിക്കുന്നത്. ആ ബന്ധത്തിൽ ഇവർക്ക് ഒരു കുഞ്ഞുമുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടക്കാണ് സ്നേഹ ശ്രീകുമാർ SP ശ്രീകുമാറിനൊപ്പമുള്ള ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിന് ആസ് ലവ് എന്നൊരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും എന്നാണ് പുള്ളിക്കാരൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പോസ്റ്റിന്റെ പ്രസക്തി എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. എന്നിരുന്നാലും ആ പോസ്റ്റിന് താഴെ ചില വിമർശനങ്ങളും വന്നു കേട്ടോ. ഭർത്താവിനെ വെള്ള പൂശുന്ന ഭാര്യ എന്നൊക്കെ രീതിയിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം, ഒരു ആരോപണം നേരിടുന്ന ഒരു നടന്റെ ഭാര്യ ഈ രീതിയിലുള്ള പോസ്റ്റുകൾ പങ്കുവെക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇത്തരം ഒരു സാഹചര്യത്തിലും പബ്ലിക്കായി ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച മനസ്സ്, അതാണ് നമ്മൾ കാണേണ്ടത്. അല്ലെങ്കിൽ ഇപ്പൊ സിനിമയിലും സീരിയലും അഭിനയിക്കുന്ന നടന്മാർക്ക് രാശിക്കേടാന്ന് പറഞ്ഞാൽ മതിയല്ലോ. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇപ്പൊ ഏതൊരു ആണിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന് ഇപ്പൊ സിമ്പിൾ ആണെന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം അയാൾക്കെതിരെ ഒരു വ്യാജ പരാതി കൊടുത്താൽ മതി. പിന്നെ അത് മുമ്പും പിമ്പും നോക്കാതെ മീഡിയ എടുത്ത് അതങ്ങ് ആഘോഷിച്ചോളും. പിന്നീട് അങ്ങോട്ട് അയാളുടെ കരിയർ തന്നെ നശിച്ച് നാറാണക്കല്ല് എടുത്ത് നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കോളും. എത്ര ഉദാഹരണങ്ങൾ നമ്മൾ 1-2 മാസം മുമ്പ് കണ്ടു കഴിഞ്ഞു അല്ലേ? എത്ര നടിമാരാണ് ഓരോ നടന്മാർക്കെതിരെയും എന്നെ പീഡിപ്പിച്ച് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് രംഗത്ത് വരുന്നത്. പക്ഷെ അതിനേക്കാളും കോമഡി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ വന്ന ആരോപണങ്ങളും പരാതികളും എല്ലാം 90% ഫേക്ക് ആയിരുന്നു എന്നുള്ളതാണ്. ഈ പരാതി അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അത് പറഞ്ഞല്ലോ. പക്ഷെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ നടിമാരൊക്കെ പരാതികളുമായി വരുന്ന സമയത്ത് മാധ്യമങ്ങൾ വൻ രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടാകും അല്ലേ? പക്ഷെ ഇത് വ്യാജമാണെന്ന് തെളിയുന്ന സാഹചര്യത്തിൽ ചെറിയൊരു വാർത്ത ഇത് ചുരുങ്ങുന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഈ ആരോപണങ്ങളായി വരുന്ന സമയത്ത് വൻ രീതിയിൽ റീച്ച് കിട്ടുമ്പോൾ അത് ഫേക്ക് ആണെന്ന് തെളിയുമ്പോൾ അതിന് 10-1 പോലും ആ ന്യൂസിന് റീച്ച് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഈ വ്യാജ ആരോപണങ്ങളുമായി വരുമ്പോൾ അത് വ്യാജ ആരോപണമാണെന്ന് തെളിയുന്ന സാഹചര്യത്തിൽ വെറും 10% ആളുകൾ മാത്രമേ അത് വ്യാജമാണെന്ന് അറിയുകയുള്ളൂ. ബാക്കി 90% ആളുകളും അത് അറിയത്തില്ല. ഇതാണ് ഇത്തരം ആരോപണങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഭാവിയിൽ ഈ പറഞ്ഞ ബിജു സോപാനവും SP ശ്രീകുമാറും നിരപരാധിയാണെന്നൊരു ന്യൂസ് വരാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അത് വളരെ ചുരുക്കം ആളുകളായിരിക്കും കാണാൻ പോകുന്നത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിശ്വസിക്കുന്നത് എന്തായിരിക്കും? ഇവര് പീഡിപ്പിച്ചു ലൈംഗികാതിക്രമണം നടത്തിയെന്ന് തന്നെയായിരിക്കും. അപ്പൊ ഒരു ആരോപണം കാരണം ഇവർക്ക് ഉണ്ടാകുന്ന ഡാമേജ് എത്രത്തോളാണെന്നുള്ള നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടില്ല. അത് നല്ല രീതിയിലും മോശം രീതിയിലും ഉപയോഗിക്കാം. എന്തായാലും തന്റെ ഭർത്താവ് നിരപരാധിയാണെന്ന് ഇവിടെ സ്നേഹ ശ്രീകുമാർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. മാത്രവുമല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ വെച്ച് സ്നേഹ ശ്രീകുമാർ SP ശ്രീകുമാറിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചു വെക്കുന്നുണ്ട്. നമുക്ക് തരാൻ കൂടി ഒന്ന് കണ്ടുനോക്കാം. എന്ത് വന്നാലും ഞാൻ അതിനപ്പുറം മറികടക്കും എന്നുള്ളൊരു തീരുമാനം എനിക്ക് എപ്പോഴും എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ അതെല്ലാം മറികടക്കും എന്നുള്ള തീരുമാനം എനിക്കുണ്ട്. അപ്പൊ ഇനി ശ്രീ എന്ത് കാണിച്ചാലും അത് ശരിയാക്കാനായിട്ട് എനിക്ക് പറ്റും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോണത്. അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിശ്വാസം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് അല്ലെ? എന്റെ ഭർത്താവിന് എന്തൊക്കെ സംഭവിച്ചാലും അത് ശരിയാക്കി എടുക്കാനായിട്ട് എനിക്കറിയാം. അതുപോലെ തന്നെ എന്തൊക്കെ സംഭവിച്ചാലും അത് മറികടക്കാനും ഞങ്ങൾക്കറിയാം. ഈ ഒരു വിശ്വാസം ജീവിതത്തിൽ ഉടനീളം സ്നേഹ ശ്രീകുമാർ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് സ്നേഹയെ വ്യത്യസ്തയാക്കി മാറ്റുന്നതും. പലപ്പോഴും പല ഭർത്താക്കന്മാരും ഇത്തരം
അതിക്രൂരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിടുന്ന സമയത്ത് പല ഭാര്യമാരും അതിവൈകാരികമായിട്ടാണ് പ്രതികരിക്കാറ് അല്ലേ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് സ്നേഹയുടെ അപ്രോച്ച് എന്ന് പറയുന്നത്. അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കാര്യങ്ങൾ നേരിടുക. പിന്നെ ഏതൊരു ഭർത്താവിനാണെങ്കിലും ഇത്തരം ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ഭാര്യയുടെ സപ്പോർട്ടാണ് അല്ലേ. അത് നല്ല രീതിയിൽ സ്നേഹം നൽകുന്നുമുണ്ട്. അവിടെയാണ് സ്നേഹം എന്ന ഭാര്യ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറുന്നത്. എന്തായാലും SP ശ്രീകുമാറുമായിട്ടുള്ള തന്റെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് സ്നേഹ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് നമ്മളെല്ലാം കൂടി കണ്ടുനോക്കാം. അപ്പം അത് അത്തരം ഇപ്പൊ എന്റെ വീട്ടിൽ വളർന്ന ഒരാളല്ല പുള്ളി. അതെ, എന്റെ വീട്ടിൽ തന്നെ വളർന്ന ഞാനും ചേച്ചി രണ്ട് സ്വഭാവമാണ്. ചേച്ചി വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളും ഞാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റുമാണ്. അപ്പൊ ഒരേ വീട്ടിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരാണ് ഉള്ളത്. അപ്പൊ പിന്നെ ഇങ്ങനെ വേറൊരു വീട്ടിൽ വളർന്ന ആള് എന്നെ പോലെ ആണെന്ന് ഞാൻ ശടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ എന്റെ ഇഷ്ടം ഇതാണ്, എനിക്ക് ഇഷ്ടമില്ലാത്തത് ഇതാണ് എന്ന് ഞാൻ തുറന്നു പറയും. അപ്പൊ മനസ്സിലാവൂല്ലോ, അതാണ് അവിടുത്തെ കാര്യം. അതല്ലാതെ വേറെ മാജിക് പരിപാടികളൊന്നുമില്ല. കരിയറിന്റെ കാര്യത്തിൽ, അതായത് നമ്മൾ എടുക്കുന്ന വർക്കുകൾ, ചെയ്യുന്ന ജോലി കഴിഞ്ഞിട്ടുള്ള ക്രിറ്റിസിസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. അതുണ്ട്. അത് വളരെ വളരെ എനിക്കത് ഭയങ്കര സപ്പോർട്ടുമാണ്. കാര്യം എനിക്ക് എന്ത് പ്രോഗ്രാം വേണമെങ്കിലും ചെയ്യാൻ ഉള്ള ഇത് പുള്ളി തരേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പം നീ എന്തിനാ അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ നീ എന്തിനാണ് ഇത്ര മണിക്ക് ഇവിടെ വരണ്ടേ, അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ ഫീൽഡ് ഇതാണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ പലപ്പോഴും നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഷൂട്ടായിരിക്കും. അപ്പൊ നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കണം. രണ്ടുപേരുടെ സൗകര്യം മാത്രമല്ല, അവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ്. പിന്നെ ഇപ്പൊ മറിമായൊക്കെ കണ്ടിട്ട് എനിക്ക് കൃത്യമായിട്ട് അഭിപ്രായം പറയാറുണ്ട്. അത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല, അങ്ങനെ ചെയ്തു നോക്കൂ, അതെല്ലാം പറയാറുണ്ട്. പിന്നെ ഒന്നിനും എന്നോട് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇപ്പൊ എനിക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, ഓസ്കി എന്നാണ് അതിന്റെ പേര്, ഓസ്കി ഡിസൈൻസ് എന്നാണ്. അപ്പൊ അത് ചെയ്യട്ടെ, വേണ്ട നിനക്ക് സമയമില്ലല്ലോ നീ ചെയ്യേണ്ട, അതല്ല ചെയ്തോ, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചെയ്തോ, ഓക്കെ അതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ സ്പേസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഇന്നത്തെ കാലത്ത് ഏതൊരു ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്നതൊക്കെ തന്നെയാണ് അല്ലെ. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുക. അത് നൽകിയാൽ തന്നെ പകുതി ദാമ്പത്യ പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതാണ്. പല ദാമ്പത്യത്തിലും ഇല്ലാത്തത് തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യുന്നത്. ഒരാളുടെ ഇഷ്ടം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ശരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ ഇവർക്കിടയിൽ ഇല്ല എന്നുള്ളതാണ് അവിടെ സ്നേഹം പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് അപ്പുറത്തുള്ള വ്യക്തിയോട് ഭയങ്കര സ്നേഹവും ഇഷ്ടവും ഒക്കെ നന്നായി ഉണ്ടാവും. അങ്ങനെ തന്നെ ജീവിക്കാൻ അനുവദിച്ചത് കൊണ്ടൊക്കെ തന്നെ ആകാം ഇത്തരം ഹാർഡ് സിറ്റുവേഷൻ വന്നപ്പോഴും ഭർത്താവിന് സപ്പോർട്ടായി സ്നേഹ രംഗത്ത് വന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ ദാമ്പത്യം അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ അല്ലേ. എന്നിരുന്നാലും ഈ കാര്യങ്ങൾ അങ്ങനെ സൈഡിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ. മറുവശത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ന്യൂസുകളിലെല്ലാം വന്നത് ബിജു സോപാനത്തിനെതിരെയും SP ശ്രീകുമാറിനെതിരെയും കേസ് കൊടുത്തത് ഒരു പുതുമുഖ നടിയാണ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഒരുപാട് സീരിയൽ ആക്ട്രസിന്റെ പേരും വെച്ച് ഗസ് ചെയ്തുകൊണ്ട് ഒരുപാട് ചാനലുകൾ വീഡിയോസ് പെറുക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ ഇത് പേഴ്സണലി ബാധിക്കുന്നുമുണ്ട്. അങ്ങനെ ബാധിച്ചൊരു നടിയാണ് രമ്യ പണിക്കർ എന്ന് പറയുന്നത്. പുള്ളിക്കാരി ഉപ്പ് മുളകും സീരിയലിൽ 1-2 വട്ടം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരിയാണ് ഈ കേസ് കൊടുത്തത് എന്ന രീതിയിൽ അസംഷൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്നാണ് പുള്ളിക്കാരി തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് വായിച്ചുതരാം. നമസ്കാരം, ഞാൻ രമ്യ പണിക്കർ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന ഒരു ശോഭപരമായ വിഷയത്തിൽ എന്റെ പേരും ഫോട്ടോയും ഉൾപ്പെടുത്തി ചില വ്യാജ പ്രചരണം നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് നേരിട്ട് വന്ന് എനിക്ക് ഇതിലും ഒരു പങ്കുമില്ല. തികച്ചും 2 എപ്പിസോഡിന് മാത്രം ഞാൻ ആ ഷോയുടെ ഭാഗമായി എനിക്ക് അതിന്റെ അണിയറ പ്രവർത്തകരോട് നല്ല മാന്യമായ രീതിയിലാണ് എന്നോട് ബിഹേവ് ചെയ്തത്. സോ അതുകൊണ്ട് എന്റെ ഫോട്ടോയും പേരും വെച്ച് വരുന്ന ചില വാർത്തകൾ അല്ലെങ്കിൽ ഓൺലൈൻ കണ്ടന്റ് എല്ലാം ഒരു രീതിയിൽ ഉള്ള സത്യമായ വാർത്തകളല്ല. അതുകൊണ്ട് പറയുന്നു ആ നടി ഞാനല്ല. പരാതിക്കാരി ആരാണെന്ന് അന്വേഷിച്ച് മാത്രം ഓരോ വാർത്തകളും പുറത്തു വരട്ടെ. ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി എവിടെയും എനിക്ക് പങ്കില്ലാത്ത ഈ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്ന് പറയുന്നു. നന്ദി. ഇതായിരുന്നു പുള്ളിക്കാരിട്ട പോസ്റ്റ്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പുള്ളിക്കാരി ഒരു ഇന്റർവ്യൂവിൽ വന്ന് സംസാരിക്കുന്നുമുണ്ട് ഇതിനെ കുറിച്ചിട്ട്. നമ്മളെല്ലാം കൂടി കണ്ടുനോക്കാം. ഈ അടുത്ത് വന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിൽ ചേച്ചി റിയാക്ട് ചെയ്തിട്ടുണ്ട്. വളരെ ബോൾഡ് ആയിട്ട് തന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിലെ കാര്യം. ഉപ്പുമുളകിലെ കേസ് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാനല്ല. സോ നിങ്ങൾ എന്റെ ഫേസ് വെച്ചിട്ട് ഓരോ ന്യൂസ് ഇറക്കരുത് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് ആക്ച്വലി എനിക്ക് ഭയങ്കര വിഷമായ ഒരു കാര്യമാട്ടോ. ഓക്കെ, അതിന് ഈ ഏതോ ഒരു നടി കേസ് കൊടുത്തു ഉണ്ട്. പക്ഷെ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിനെയും ഓൺലൈൻ മീഡിയാസിനെയും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്തത്. പക്ഷെ എനിക്കത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഫീലായി. വേറൊന്നുമല്ല, അതിനെ വളച്ചൊടിച്ചിട്ട് ഇപ്പം ഒരു നടി പരാതി കൊടുത്തു, ആ നടി ആരെന്നറിയാണ്ട് അതിൽ അഭിനയിച്ച എല്ലാ ഫീമെയിൽ ആർട്ടിസ്റ്റിനെയും വെച്ചിട്ട്, എന്റെ മാത്രമല്ല ഇതിന് 3 പേര്
1-2 ആർട്ടിസ്റ്റിന്റെ പേര് react ചെയ്തിട്ടുണ്ട്. അവര് വീഡിയോസ് ഒക്കെ ഇട്ടു. അപ്പൊ ഞാൻ എന്ത് വീഡിയോ ഇട്ടില്ല, എനിക്ക് ഓൾറെഡി കോൾഡൊക്കെ ആയിട്ട് ഞാൻ 1-2 വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ശരിയാവണില്ല. ഞാൻ എന്നാ പോസ്റ്റ് ഫോട്ടോ വെച്ചിട്ട് പോസ്റ്റ് ഇട്ടത് അതുകൊണ്ട് സത്യത്തിൽ അതാ സംഭവിച്ചത്. ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് വീഡിയോ ശരിയാവണില്ല. പോസ്റ്റ് ആയിക്കോട്ടെ അതുകൊണ്ട് ഞാൻ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടപ്പോ അതില് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേര്, കുറെ പേർക്ക് മനസ്സിലായി. കാരണം ഞാൻ ഒരു ദിവസം അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ, 2 എപ്പിസോഡ്. പക്ഷെ അത് നമുക്ക് ഒറ്റ ദിവസം ചെയ്തു. അവിടെയുള്ള അണിയറ പ്രവർത്തകർ മാത്രമല്ല, എന്റെ കൂടെ വർക്ക് ചെയ്ത കോ ആർട്ടിസ്റ്റും അത്രയും നല്ല കാര്യമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ നമ്മൾ പരാതി കൊടുത്തു നമ്മളല്ല, ഞാൻ പരാതി കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്കതൊരു വിഷമാവും. ഓക്കെ, അതാണ്. പിന്നെ അതൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല ചേച്ചി. ഇവിടുത്തെ ഓൺലൈൻ മീഡിയസിനും പിന്നെ ഇതന്നെയാണല്ലോ പണി. എന്തെങ്കിലും ന്യൂസ് കിട്ടി കഴിഞ്ഞാണെങ്കിൽ അത് വെച്ച് കുറെ അസംഷൻസും വെച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചു വിട്ടോളൂ. അത് കാരണം ബുദ്ധിമുട്ടുന്നത് ഇവരെ പോലുള്ള ആൾക്കാരായിരിക്കും. ഇവിടെ ഇവരെ മാത്രമല്ല, ഒരുപാട് നടിമാരുടെ പേരും വെച്ച് ഓരോന്നും ഇപ്പൊ പഠിച്ചു വിടുന്നുണ്ട്. ഇപ്പോഴും നിശാ സാരംഗിനൊക്കെ വെച്ച് എന്തൊക്കെയോ ന്യൂസുകൾ ഞാൻ 2 ദിവസം മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ബിജു സോപാനത്തിനെതിരെ പൊട്ടിത്തെറിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നും പറഞ്ഞുകൊണ്ട് തമ്മിലൊക്കെ വെച്ചുകൊണ്ട് തുറന്നു നോക്കിയാൽ അതിലുള്ളിൽ ഒന്നും കാണത്തൂല്ല. വെറുതെ കൊണ്ട് അടിച്ചു വിടന്നെ. അപ്പൊ ഇത്രയുമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോഴും പരാതി കൊടുത്ത നടി ആരാണെന്നുള്ള വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ആരോപണം ഉന്നയിക്കപ്പെട്ട 2 ആളുകളുടെയും പേര് വിവരങ്ങൾ പുറത്തു വന്ന് കേട്ടോ. അത് പിന്നെ ഇവിടുത്തെ നിയമം അങ്ങനെയാണല്ലോ. ഒരാൾക്കെതിരെ ഒരു പീഡന പരാതി കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ പരാതി കൊടുത്ത ആളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നിയമം. പക്ഷെ ആർക്കെതിരെയാണ് പരാതി കൊടുത്തത് ആ വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും പുറത്തുവിടാം കേട്ടോ. ഇതുകൊണ്ടാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് വ്യാജ ആരോപണങ്ങൾ വന്നത്. എന്തായാലും കൊള്ളാം, നിയമത്തിന്റെ ഈ ഒരു ആനുകൂല്യം ഉണ്ടായത് കൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ ഇത്രയും വ്യാജ ആരോപണങ്ങളും വ്യാജ കേസുകളും കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആർക്കെതിരെയും എന്ത് കേസും കൊടുക്കാമല്ലോ, നമ്മുടെ ഡീറ്റെയിൽസ് ആണെങ്കിൽ പുറത്ത് വരുത്തൂല്ല. വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.